റെഡി. നമ്മുടെ മുണ്ടിയം പെപ്പറിന് 4ാം വർഷത്തെ വളർപ്പാണിത്. ഇതിൽ മൂപ്പായതുണ്ട്, പിഞ്ചുണ്ട്, എല്ലാം ഉണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ പിഞ്ചാ, ഇതും പിഞ്ചാ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ പഴുത്തത് കുറച്ച് പറിച്ചായിരുന്നു. അപ്പോൾ ഇത് തിരഞ്ഞു പറിക്കേണ്ട ഒരു ഗതികേടാ. കുറേ ഇനങ്ങൾ ഇപ്രാവശ്യം ഇതെല്ലാം പിഞ്ചാ. അപ്പോൾ ഇത് മൂപ്പായതും ഒക്കെ നോക്കി പറിക്കണം. അപ്പോൾ ഇത്തിരി കുരുമുളക് വിളവെടുപ്പ് ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇത്. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ പറിക്കാം. വേണ്ടല്ലേ, ഇതൊക്കെ പഴുപ്പതാ. കേട്ടില്ലേ, പഴുപ്പായതാ. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇത് തിരിയിൽ നിറച്ച് മുളകാ. ഇതിന് തിരിപൊഴിച്ചിൽ വളരെ കുറവാണ്. അതിലെ മണികളൊന്നും അങ്ങനെ പൊഴിഞ്ഞ് പോകാറുമില്ല. ഇതിൻ്റെ ചോട്ടിലൊന്നും ശകലം പോലും കുരുമുളക് പൊഴിഞ്ഞ് വീഴാറില്ല. അപ്പോൾ നമുക്ക് പറിക്കാം. വെയിൽ കാരണം അത്ര ക്ലിയർ ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഇത് പറിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എത്ര കിട്ടിയിരുന്നത്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിൻ്റെ മുളക് കണ്ടോ, ഇതിൽ തിക്കായിട്ടാണ് കുരുമുളക്. അതിൽ കാര്യമായിട്ട് തിരിവൊഴിച്ചിലൊന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇത് കുരുമുളകിൻ്റെ മേലെ വെച്ച് പറിക്കുമ്പോൾ ഇത് എടുക്കാൻ പറ്റില്ല, വെയിൽ കാരണം. അപ്പോൾ ഞാൻ മൊത്തം പറിച്ച് കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ നമുക്ക് നോക്കാം എന്തര കിട്ടിയെന്നുള്ളത്. അപ്പോൾ ഇനി ഞാൻ മൊത്തം പറിക്കാൻ പോവാം, അതായത് മൂപ്പായത് മാത്രം. ഇത് നമ്മൾ ഇപ്പോൾ പറിച്ച് തീർത്തിട്ടുണ്ട്. പക്ഷേ ഇനിയാണ് ഇതിൽ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ മൂപ്പായതൊക്കെ പറിച്ചു. ഇനി ഒരുപാട് പറിക്കാനുണ്ട്. അതൊരു 2 മാസത്തോടെ കഴിയണം. ശരിക്കും ഇതിൻ്റെ ഒരു മൂപ്പ് എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി പകുതിയൊക്കെ ആവുള്ളൂ തോന്നും. ഇതൊന്നും മൂത്തിട്ടില്ല. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ പറിക്കുന്നത്, ഇത് 2ാമത്തെ പറിക്കല. അപ്പോൾ ഇത് അതാണ് നമ്മുടെ ഈ ഇനത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മുണ്ടിയൻ പെപ്പർ. ഇതിപ്പോൾ 4 വർഷമായ കുരുമുളക് ചെടി നിന്നാണ് ഇപ്പോൾ ഈ പറിച്ചത്. കുറച്ചേ പറിച്ചിട്ടുള്ളൂ. ഇനിയും ഒരുപാട് പറിക്കാനുണ്ട്. അത് പല മൂപ്പായിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ മുളകിൻ്റെ പ്രത്യേകത നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടറിയാം. ഇതിലെ എല്ലാ തിരിയിലും ഒരുവിധം നിറച്ചും കുരുമുളക് മണികൾ പിടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, അത് ഒന്നും കാര്യമായിട്ട് പൊഴിഞ്ഞു പോകുന്നില്ല. നമുക്ക് സാധാരണ നമ്മുടെ ഏത് കുരുമുളക് ചെടിയുടെ ചോട്ടിൽ നോക്കിയാലും കുറേ പൊഴിഞ്ഞു കിടക്കുന്നതാണ്. ഇതിലങ്ങനെ പൊഴിഞ്ഞു ഒന്നുമില്ല. തിരിപൊഴിച്ച് ഇതിൽ വളരെ കുറവാണ്. അപ്പോൾ ഇതൊരു മികച്ച ഇനമായിട്ട് നമുക്ക് കണക്കാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമ്മുടെ കുരുമുളക് തോട്ടത്തിലടക്കം ഇത് ഏകദേശം ഒരു 10 എണ്ണത്തിന് മുകളിൽ ഞാൻ നട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനി അടുത്ത വർഷം മുതൽ പതുക്കെ ചെറിയ രീതിയിലെങ്കിലും വിളവായി തുടങ്ങും. എല്ലാ മണികളും ബോൾഡ് മണികളാണ്. എല്ലാ മണികളും തന്നെ എല്ലാ തിരികളും. ചില തിരികൾ നല്ല വലിപ്പം കൂടുതലുണ്ട്, ചിലത് വലിപ്പം നീളം കുറവുള്ളതുമുണ്ട്. എല്ലാം ഉണ്ട്. നല്ല ആവറേജ് നല്ല നീളം വലിപ്പം മുഴുപ്പൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ തീരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.